എങ്ങനെയുണ്ട് എൻ്റെ മിനി ഐഫോൺ? അതായത് ഈ അടുത്ത് ഒരു സ്കൂളിൽ ഞാൻ ട്രെയിനിങ്ങിന് പോയതാണ്. അപ്പോൾ 1 ഹവറാണ് സെഷൻ കേട്ടോ. അപ്പോൾ അതിന് ശേഷം അവിടുത്തെ ഒരു ചെറിയ കുട്ടി എനിക്ക് തന്നൊരു ഗിഫ്റ്റാണത്. ഐഫോൺ 17 Pro എന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ, ഇത് ചെറുതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ ക്ലാസ്സിൽ ഒരു ഒറ്റ ഓട്ടം. പിന്നെ തിരിച്ചു വന്നത് ഇതാ ഇതായിട്ടാണ്, വലിയൊരു ഐഫോൺ 17 Pro. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ പറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആകെ ഒരു 1 ഹവറാണ് നമ്മുടെ സെഷൻ വരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നതും. പക്ഷെ ആ സെഷനിൽ തന്നെ എന്ത് ചെയ്തു, അവൻ ഇഷ്ടമായത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ, അല്ലെ അവൻ ചിന്തിച്ച് കൂട്ടി, അല്ലെങ്കിൽ അവൻ്റെ മെമ്മറിയിലൊരു സാധനം അവൻ ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. ഇത് ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന കാര്യം അവൻ്റെ ക്രിയേറ്റിവിറ്റി തന്നെയാണ്. ഓക്കെ, അറിയാലോ, പുതിയ കുട്ടികൾ എന്ത് കണ്ടാലും പെട്ടെന്ന് ഇഷ്ടമായാൽ അവരുടെ മനസ്സിലത് കയറും. പക്ഷെ പലരുടെയും കയറിയിരിക്കുന്നേ ഉള്ളൂ, ചിലരുടെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ കണ്ടില്ലേ സാധനം, കുട്ടികളെ മനസ്സിൽ കയറിയാൽ അവർക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്, അല്ലെ? പേരൻസ് ആണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അറിയുന്ന ആരാണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ ചെറിയ ചെറിയ കഴിവുകളൊക്കെ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ അവർക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ അവരുടെ പാഷൻ, അവരുടെ ഭാവി അത് അവർക്ക് വേണ്ടുന്ന രീതിയിൽ, വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ പെർഫെക്ഷൻ കണ്ടല്ലോ, കണ്ടില്ലേ? 3 ക്യാമറ ഉണ്ട്, കണ്ടല്ലേ? കറക്റ്റ് ലോഗോ, കളറ്, സൈസ് ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. 6.7 6.9 എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അത്രയും സൈസ് തന്നെ ഉണ്ടത്. കറക്റ്റ് നമുക്ക് ആ പിടിക്കുന്നൊരു ഫീൽ വരും. ഇതാണ് ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടികളുടെ ക്രിയാത്മകത നമ്മൾ വളർത്തുക, ക്രിയേറ്റിവിറ്റി വളർത്തുക, കണ്ടുപിടിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും വരട്ടെ. പഴയ ജനറേഷൻ മാത്രമല്ല, പുതിയ ജനറേഷനും സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ, പുതിയ പുതിയ ഡിസൈൻസൊക്കെ വരട്ടെ. നമുക്ക് കലാകാരന്മാരെ ആവശ്യമാണല്ലോ. എല്ലാവർക്കും ഓരോ കഴിവൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പഠിപ്പിൽ കുറവായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടെത്തി പ്രയോറിറ്റൈസ് ചെയ്ത് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് വാർത്തെടുക്കാം. ഓക്കെ.